ഒരു കുന്നിൻ ചെരുവിലുള്ള മനോഹരമായ ഒരു ചെറിയ വീട്ടിൽ ബേല എന്നൊരു ആട്ടിടയ താമസിച്ചിരുന്നു. ബേലയ്ക്ക് ധാരാളം ചെമ്മരിയാടുകൾ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ബേല ചെമ്മരിയാടുകളുമായി താഴ്വാരത്തിലെ പുൽമേട്ടിൽ പോകും. ചെമ്മരിയാടുകളെ മേയാൻ വിട്ട ശേഷം ഏതെങ്കിലും മരത്തണലിൽ ബേല വിശ്രമിക്കും. ആ താഴ്വരയിൽ ചെമ്മരിയാടുകൾ യഥേഷ്ടം മേഞ്ഞു നടക്കും. കാരണം എന്താണെന്നോ? അവയെ പിടിച്ചു തിന്നാൻ അവിടെ കടുവയോ പുലിയോ സിംഹമോ അങ്ങനെ ആരും വരില്ലായിരുന്നു. സന്ധ്യയാകാറാകുമ്പോൾ ചെമ്മരിയാടുകൾ നടന്ന് ബേലയുടെ അരികിലെത്തും. എന്നിട്ടവർ ഒരുമിച്ച് കുടിലിലേക്ക് തിരികെ പോകും. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിൽ നിന്നും ഒരു കുറുക്കൻ കുന്നിൻ ചെരുവിലെത്തി. കുറച്ച് പഴങ്ങളും പച്ചിലകളും അല്ലാതെ കുറുക്കന് വിശപ്പടക്കാൻ തക്ക ഒന്നും ആ കുന്നിൻ ചെരുവിലുണ്ടായിരുന്നില്ല. വിശന്നു വലഞ്ഞു നിന്ന കുറുക്കൻ ഒരു പാട്ട് കേട്ടു. മെല്ലെ മെല്ലെ നടന്നോളൂ എന്നോമൽ കുഞ്ഞാടുകളെ, സൂര്യൻ മാഞ്ഞു നേരം വൈകി പോകാം നമുക്കിനി വീട്ടിലേക്ക്, പോകാം നമുക്കിനി വീട്ടിലേക്ക്. ബേല അവളുടെ ആടുകളുമായി കുടിലിലേക്ക് പോകുമ്പോൾ പാടുന്ന പാട്ടായിരുന്നു അത്. അയ്യടാ, കോളടിച്ചു. നല്ല കൊഴുത്തുരുണ്ട ചെമ്മരിയാടുകൾ. ഒരെണ്ണത്തിനെ കിട്ടിയാൽ കുറച്ചു ദിവസത്തേക്ക് പിന്നെ ഒന്നും വേണ്ട. കുറുക്കന് വായിൽ വെള്ളമൂറി. അവൻ ബേലയെ പിന്തുടർന്ന് അവളുടെ വീടിനടുത്തെത്തി. രാത്രിയാകാൻ കാത്തിരുന്നു. ബേല ഉറക്കമായെന്നുറപ്പായപ്പോൾ കുറുക്കൻ പതിയെ ചെമ്മരിയാടുകളുടെ തൊഴുത്തിലേക്ക് പതുങ്ങി ചെന്നു. പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും നായ്ക്കൾ ഭൗ ഭൗ എന്ന് കുരച്ചുകൊണ്ട് കുറുക്കന്റെ മുന്നിലേക്ക് ചാടി വീണു. കുറുക്കൻ ജീവനും കൊണ്ടോടി, പിറകെ നായ്ക്കളും. ഒടുവിൽ എങ്ങനെയോ ആ ഇരുട്ടിൽ കുറുക്കൻ നായ്ക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ആടുകളുടെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെ കുറുക്കൻ ഉറക്കമുണർന്നത്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ അതാ ബേല ആടുകളുമായി താഴ്വരയിലേക്ക് പോവുകയാണ്. ഇതു തന്നെ തക്കമെന്നോർത്ത് കുറുക്കൻ വീണ്ടും താഴ്വരയിലെത്തി. പതിവ് പോലെ ചെമ്മരിയാടുകളെ മേയാൻ വിട്ട ശേഷം ബേല മരത്തണലിൽ ഇരുന്നു. കുറുക്കൻ ബേലയുടെ കണ്ണിൽ പെടാതെ അവിടെ പതുങ്ങി നിന്നു. ഒരു ചെമ്മരിയാട്ടിൻകുട്ടിയുമായി ചങ്ങാത്തത്തിലാവാൻ അവൻ അവസരം നോക്കി നിന്നു. ആട്ടിൻകുട്ടി കൂട്ടത്തിൽ നിന്നും മാറി ഒറ്റയ്ക്കായ സമയത്ത് കുറുക്കൻ പതിയെ അടുത്തെത്തി. കുറുക്കനെ കണ്ടതും ആട് പേടിച്ചു പിന്നോട്ട് മാറി. കുറുക്കൻ സ്നേഹം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ കുഞ്ഞാടേ, നീ പേടിക്കണ്ട. ഞാൻ മാംസം കഴിക്കാറില്ല. ഞാനൊരു പാവം കുറുക്കനാണ്. നോക്ക്, ഞാൻ നിന്നെപ്പോലെ പച്ചിലകളും പഴങ്ങളും മാത്രമേ കഴിക്കൂ. അതുകൊണ്ട് നിനക്ക് ധൈര്യമായി എന്നോടൊപ്പം കൂടാം. നമുക്ക് നല്ല ചങ്ങാതിമാരാവാം. എന്താ നിന്റെ അഭിപ്രായം? ആട് പറഞ്ഞു, കുറുക്കന്മാർ കൗശലക്കാരാണെന്ന് എനിക്ക് നന്നായി അറിയാം. നിന്റെ അടവ് എന്നോട് വേണ്ട. നീ ഇന്നു മുഴുവൻ എൻ്റെ ഒപ്പം ഈ പുൽമേട്ടിൽ പച്ചിലകളും പഴങ്ങളും മാത്രം കഴിച്ച് മേഞ്ഞു നടക്കൂ. ആദ്യം ഞാൻ അത് കാണട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കാം നമുക്ക് ചങ്ങാതിമാരാവണോ വേണ്ടയോ എന്ന്. ഓ, അതിനെന്താ, ഞാൻ നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. കുറുക്കൻ പച്ചിലകളും പഴങ്ങളും കഴിച്ച് ആടിന്റെ വിശ്വാസം നേടാൻ ശ്രമിച്ചു. നാളെ ചെമ്മരിയാടിനെ കൊന്ന് തിന്നുന്ന കാര്യം മനസ്സിൽ ഓർത്തപ്പോൾ തന്നെ അവനൊന്ന് ഓരിയിടാൻ തോന്നി. പക്ഷേ ബേലയെയും നായ്ക്കളെയും പേടിച്ച് മിണ്ടാതെ അടങ്ങിയൊതുങ്ങി പച്ചിലയും തിന്ന് നടന്നു.